ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന കുഞ്ഞിനെ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടുകുത്തി കൊടുക്കുന്നതും കുഞ്ഞിനെ ഒരുക്കുന്നതുമൊക്കെ കണ്ടിരിക്കുന്ന ആതിരയുടെ മനസ്സിൽ അവന്തിക പറഞ്ഞ വാക്കുകൾ ഓരോന്നായി വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. എല്ലാ രീതിയിലും തൻ്റെ കുഞ്ഞ് തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ആശങ്കയും അവന്തിക ഉണ്ടാക്കിയ ആ കുത്തിത്തിരിപ്പ് കൃത്യമായി തന്നെ വർക്കൗട്ട് ആയതിൻ്റെ സന്തോഷത്തിൽ അവന്തിക അവിടുന്ന് മടങ്ങി. ആതിര അർച്ചന കുഞ്ഞിനെ ലാളിക്കുന്നതൊക്കെ നോക്കി സങ്കടത്തോടെ മാറി നിൽക്കുന്നു. കുഞ്ഞിനെ ഒരുക്കിയതിനു ശേഷം അർച്ചന ഫോൺ എടുത്ത് സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. വീഡിയോ കോൾ വന്നത് കണ്ട് സച്ചി കോൾ അറ്റൻഡ് ചെയ്തതും അർച്ചന സച്ചിയെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ വെല്ലിച്ചൻ വിളിക്കുന്നത്, വെല്ലിച്ചനോട് പറ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി കുഞ്ഞായിട്ട് ഇരിക്കുകയാണെന്നും ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാ, മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഉണർന്ന നേരത്ത് ഇവിടെ വെല്ലിച്ചൻ ഉണ്ടാവണം, അത് പറയാനാണ് ഞങ്ങൾ വിളിച്ചത് എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു. അത് കേട്ടതും സച്ചി പറഞ്ഞു, ശരി ശരി, വെല്ലീച്ചൻ കുഞ്ഞെണീക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് വല്യമ്മയുടെ ഈ ഡ്യൂട്ടി കുറച്ച് നേരത്തേക്ക് വല്യമ്മയെ നമുക്ക് വെറുതെ വിടാം, പിന്നെ വെല്ലീച്ചൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഇതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുമല്ല എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു. അത് കേട്ടതും സച്ചി പറഞ്ഞു, എടോ കുറച്ചു നേരമെങ്കിലും ആതിരയോടൊപ്പം കുഞ്ഞിനെ ഇരിക്കാൻ കൊടുക്കണം, ആതിരയുടെ കയ്യിലും കുഞ്ഞിനെ കുറച്ചു നേരം കൊടുക്കണം, ആതിര കുഞ്ഞുമായിട്ട് കുറച്ചുകൂടി ഒന്ന് അറ്റാച്ച്ഡ് ആവട്ടെ, ഇപ്പോൾ മുഴുവൻ സമയം തൻ്റെ കൂടെയല്ലേ കുഞ്ഞിരിക്കുന്നത് എന്ന് അർച്ചനോട് പറഞ്ഞിരുന്നു. സച്ചിയുടെ വാക്കുകൾ കേട്ട് അർച്ചന പറഞ്ഞു, അതിനെന്താ, ഇവളെ എൻ്റെ കയ്യിലേക്കല്ലേ ആദ്യം കിട്ടിയത്, അതുകൊണ്ട് ആതിര പ്രസവിക്കുന്നത് വരെയുള്ള ഡ്യൂട്ടി മാത്രമേ ആതിരയ്ക്കുണ്ടായിരുന്നുള്ളൂ. പ്രസവത്തോടെ ആതിരയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഇവളെ വളർത്തുക എന്നത് എൻ്റെ കാര്യമാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനുമ്മ കൊടുക്കുന്നു. അപ്പോഴാണ് ആതിരയുടെ മനസ്സിൽ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓടിയെത്തിയത്. ഇനി പതിയെ പതിയെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് അകറ്റും, കുഞ്ഞിനിപ്പോൾ തന്നെ അർച്ചനയുമായിട്ടാണ് അടുപ്പമുള്ളത്, അതുകൊണ്ട് കുഞ്ഞ് പിന്നീട് അർച്ചനയോടൊപ്പം തന്നെയായി മാറും, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആതിരയോട് അവന്തിക പറഞ്ഞതെല്ലാം ആതിര ഓർമ്മിച്ചു. പിന്നീട് അർച്ചന സച്ചിയോട് പറഞ്ഞു, എന്നാ സച്ചിയുടെ ഞങ്ങളെ മരുന്ന് കഴിച്ച് കിടക്കാൻ പോവാ, വെല്ലിച്ചിന് ടാറ്റ പറ എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് സച്ചിക്ക് ടാറ്റയും കൊടുത്തിട്ട് അർച്ചന കുഞ്ഞുമായി ആതിരയ്ക്ക് അരികിലേക്ക് പോകുന്നു. ആതിരയുടെ മനസ്സിലാകെ അർച്ചന കുഞ്ഞിനെ ലാളിക്കുന്നതും കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കുഞ്ഞിനോട് ഇടപഴകുന്നതുമൊക്കെ അർച്ചനയുടെ ആ ഇടപെടലെല്ലാം ആതിരയുടെ മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കണം. സച്ചി എപ്പോഴേക്കും ഫോൺ വെച്ചതിന് ശേഷം അർച്ചനയ്ക്ക് കുഞ്ഞിനോടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇപ്പോൾ ആതിരയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാൻ പോലും അർച്ചന തയ്യാറാകുന്നില്ല. മുഴുവൻ സമയം കുഞ്ഞിനെ അർച്ചന കൊഞ്ചിച്ചുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ശരിക്കുള്ള കാരണം അർച്ചന ഉടനെ തന്നെ ഒരു അമ്മയാകാനായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ പോലും അറിയാതെ അർച്ചന ഒരു അമ്മയാവില്ല എന്നുള്ള സത്യം തുറന്നു പറയേണ്ടി വരുമോ എന്നാണ് എനിക്ക് പേടി. അതുകൊണ്ട് എത്രയും വേഗം സന്ധി ഡോക്ടറെ കാണണം, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് സച്ചി തീരുമാനിച്ചു. പിന്നീട് ആതിര റൂമിലിരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനിലായി. അതിനുശേഷം കാണുന്നത് നെല്ലിശ്ശേരിയിൽ സേതുമാധവനുള്ള മെഡിസിനൊക്കെ അനഘ കൊണ്ടുവന്ന് കൊടുക്കുന്നു. സേതുമാധവൻ ഹാളിലിരുന്ന് ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ തൻ്റെ ലാപ്പിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരുന്നുമായിട്ട് അനഘ എത്തിയത്. അനഘ നൽകിയ മരുന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അനഘ ഗ്ലാസ് വാങ്ങിച്ച് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ അനഘയെ വിളിച്ചു, മോളോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, മോളും സ്നേഹയും സമപ്രായക്കാരാണല്ലോ. സ്നേഹയുടെ വിവാഹകാര്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോഴും മോൾക്ക് വേണ്ടിയുള്ള ഒരു വിവാഹാലോചന നടത്തുന്നില്ലല്ലോ എന്നും മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലല്ലോ എന്നും ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അക്കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. നമുക്ക് ചിലപ്പോൾ ചില ആളുകളോട് സ്നേഹം തോന്നാം, ഇഷ്ടം തോന്നിയേക്കാം, പക്ഷേ അവരെ സ്വന്തമാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർ ഒരു തിരിച്ചുവരവിനി ഉണ്ടാവില്ല എന്നറിയുമ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് മാറ്റി ചിന്തിക്കണം. നമ്മൾ വാശിയോടുകൂടി സ്വന്തം ജീവിതം തകർത്ത് കളയാൻ ശ്രമിക്കരുത്, അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടും അനഘ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അങ്കിൾ. അപ്പോഴേക്കും അനഘ പറഞ്ഞു, അല്ല, മോളോട് ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ സ്നേഹയുടെ വിവാഹകാര്യത്തിന് മുൻകൈ എടുത്തപ്പോൾ
മോളെ ഇതിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നും മോളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും ഒരു തോന്നൽ മോൾക്കും മോളുടെ ചേച്ചിക്കും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതും സേതുമാധവനോട് അനഘ പറഞ്ഞു, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ല. പിന്നെ ഞാൻ ആരോടും വാശി കാണിക്കാനോ വൈരാഗ്യത്തിനോ ഒന്നും അല്ല ഇങ്ങനെ കഴിയുന്നത്. കാരണം എൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണേ എനിക്ക്. അതിനുശേഷം ഞാൻ അങ്കിളിനോട് പറയാം എന്ന് അനഘ സേതുമാധവനോട് സംസാരിച്ചു. അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വന്ന സ്നേഹ അച്ഛ എന്ന് വിളിച്ചത്. സ്നേഹയുടെ വിളി വന്നതും സേതുമാധവൻ നോക്കിയപ്പോഴേക്കും സ്നേഹ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ കേട്ട് കഴിയുമ്പോൾ നോ പറയരുത് എന്ന് പറഞ്ഞതും സേതുമാധവൻ ചോദിച്ചു, എന്താ മോളെ കാര്യം? മോള് കാര്യം പറ എന്ന് പറഞ്ഞതും ഉടനെ സ്നേഹ പറഞ്ഞു, എനിക്ക് ധനുഷിനെ ഒന്ന് പോയി കാണണം. അത് കേട്ടതും സേതുമാധവൻ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അവന് എന്താ സംഭവിച്ചെന്നും യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായതെന്നതിൻ്റെയും സത്യാവസ്ഥ എനിക്കറിയണം എന്ന് സ്നേഹ പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനും നീയും അറിഞ്ഞതിൽ കൂടുതലായിട്ട് എന്ത് സത്യാവസ്ഥയാ അവന് നിന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അല്ല, അർച്ചനയെടുത്തിയല്ലോ കോടതിയിലെ അവസാന വാക്ക്. അർച്ചനയെടുത്തിയല്ലോ കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അർച്ചനയെടുത്തി പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അച്ഛാ. അതുകൊണ്ട് എനിക്കറിയണം ധനുഷിന് എന്താ പറയാനുള്ളതെന്നും അവന് എന്താ എന്നോട് പറയാനുള്ളതെന്നും. അത് കേട്ടതും അനഘ പറഞ്ഞു, സ്നേഹേ, അർച്ചനയെടുത്തി പറഞ്ഞത് സത്യമല്ലെന്നാണോ നീ പറയുന്നത്? അർച്ചനയെടുത്തി അങ്ങനെ കെട്ടിച്ചമച്ചൊന്നും പറഞ്ഞതല്ല എന്ന് പറഞ്ഞതും ഉടനെ സ്നേഹ അനഘയെ നോക്കിയിട്ട് പറഞ്ഞു, അനഘയെ, ഏട്ടത്തി പറയുന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങ് വിശ്വസിച്ചാൽ മതി. നിനക്ക് ഏട്ടത്തിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ വേദവാക്യമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ എൻ്റെ തീരുമാനം പറഞ്ഞേ തീരൂ. എനിക്ക് ധനുഷിനെ പോയി കാണണം എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന അവന്തിക ചോദിച്ചു, പറ്റില്ലെങ്കിലോ? അല്ല, അവിടെ പോയി കണ്ടിട്ട് എന്ത് ചെയ്യാനാ സ്നേഹ? അവിടേക്ക് പോകണമെന്ന് എന്താ അത്ര നിർബന്ധം എന്ന് ചോദിച്ചു വന്നതും ചേച്ചിക്ക് എന്താ മനസ്സിലായേ? ഇവളെവിടെ പോകണമെന്നാ പറഞ്ഞെന്നറിയാവോ? ധനുഷിനെ കാണാൻ പോകണമെന്ന്. എന്താ ചേച്ചി സമ്മതിക്കുവോ എന്ന് അനഘ അവന്തികയോട് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, ഇവിടെ എല്ലാവരുടെയും അനുവാദം ചോദിച്ച് പോകാൻ എന്താ എനിക്ക് അങ്ങനെ അനുവാദം ചോദിച്ചേ പോകാൻ പാടുള്ളൂ? ഇവിടെ എല്ലാവരുടെയും അനുവാദത്തിന് വേണ്ടി ഞാൻ എന്തിനു കാത്തു നിൽക്കണം? അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് സ്നേഹ ചോദിച്ചതും അവന്തിക പറഞ്ഞു, മോളെ, നിന്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ നിന്നെ ന്യായീകരിക്കുക അല്ല, പക്ഷേ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതും ശരിയാണൊരു പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടേക്ക് അത് ശരിയാണെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു സന്ദീപ് എത്തുന്നു. സന്ദീപ് വന്ന് സേതുമാധവനെ മറ്റെല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തികയോട് പറഞ്ഞു, ഏട്ടത്തി വെറുതെ ഇവളെ സപ്പോർട്ട് ചെയ്യാനും ഇവളെ അനുകൂലിച്ച് പറയാനും നോക്കണ്ട. ഈ വിവാഹത്തിന്റെ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനോട് എതിർത്തതാണ്. ഇത് വേണ്ടെന്ന് പറഞ്ഞതാണ്. അന്ന് ആരും അത് കേട്ടില്ല. എന്നിട്ടിപ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യമായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിനക്ക് അവനെ പോയി കാണണമെന്നോ? എന്താ അവൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞാലേ നിനക്ക് വിശ്വാസമാവുള്ളൂ? ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമായ കാര്യം നിനക്ക് ബോധ്യമായിട്ടില്ല എന്നാണ് നീ പറയുന്നത്. എന്തായാലും നീയൊക്കെ ഇപ്പോൾ സംഭവിച്ചത് അനുസരണക്കേട് കൊണ്ടാണ് സംഭവിച്ചെങ്കിലും ഒരു വിവാഹം മുടങ്ങിയ പെണ്ണാണ് നീ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട. പറയുന്ന അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അനുസരണക്കേട് വീണ്ടും ഇനി കാണിക്കുകയാണെങ്കിൽ നിന്നെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്കറിയാം. അച്ഛനെ മറ്റാരെയും ഞാൻ നോക്കില്ല. നിന്റെ മുറിയിൽ തന്നെ നിന്നെ പൂട്ടിയിടുന്നതിനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇനിയും നീ ഇതുപോലെയുള്ള അനുസരണക്കേടുകൾ കാണിച്ചാൽ അതൊരിക്കലും അംഗീകരിച്ച് തരാനും കഴിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് ദേഷ്യപ്പെടുമ്പോൾ അത് കേട്ട് നിന്ന സേതുമാധവൻ സ്നേഹയോട് പറഞ്ഞു, നീ നെല്ലിശ്ശേരി സേതുമാധവന്റെ മകളാണെങ്കിൽ മറ്റെവിടേക്കും പോകുന്നില്ല, അവനെ കാണാനും പോകുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്റെ പേര് പോലും കൃത്യമായി വ്യക്തതയില്ലാത്തതാണ്. അവനാകെ ഒരു പേരെന്ന് പറയുന്നത് ക്രിമിനൽ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുമപ്പുറം അവന് ചേരുന്ന മറ്റൊരു പേരുണ്ടാവുകയില്ല. അതുകൊണ്ട് എന്തായാലും അവനെ കാണാൻ പോകണം എന്നുള്ള നിന്റെ ആ മോഹം അതുമാത്രം നടപ്പിലാവില്ല മോളെ. എന്തായാലും ഇക്കാര്യം പറഞ്ഞ് നീ ഇവിടേക്ക് വരികയും വേണ്ട. ഈ ഒരു ആവശ്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് അകത്തേക്ക് കയറി പൊക്കോ എന്ന് പറഞ്ഞ് സേതുമാധവൻ സ്നേഹയോട് റൂമിലേക്ക് പോയിക്കോളാനായി പറയുന്നു. സ്നേഹ ആകെ നിരാശയോടെ റൂമിലേക്ക് മടങ്ങി. ഈ സമയത്ത് സേതുമാധവന്റെയും സന്ദീപിന്റെയും ദേഷ്യപ്പെടൽ കേട്ട് ആകെ വിഷമത്തോടെ റൂമിലേക്ക് വന്ന സ്നേഹ തൻ്റെ റൂമിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇത് കലിയോടെ എല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. അവിടെ ടേബിളിലിരുന്ന ആ
ബുക്സും ലൈറ്റുമൊക്കെ തള്ളി ആ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം പില്ലോയുമൊക്കെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. കബോർഡിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കരിയോടെ ബെഡിലേക്ക് വന്നിരിക്കുന്നു സ്നേഹ. അപ്പോഴാണ് സ്നേഹയെ കാണാനായി പിന്നാലെ എത്തിയ അവന്തിക സ്നേഹയുടെ അരികിലേക്ക് എത്തി സ്നേഹയോട് ചോദിച്ചു, എന്താ മോളെ ഇത്? നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ വീട്ടിലുള്ളത് എന്ന കാര്യത്തിൽ നീ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. അതാണ് സത്യം. നിന്റെ മാനസികാവസ്ഥ അവർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. സത്യത്തിൽ നീ ധനുഷിനെ കണ്ടതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ധനുഷ് നിരപരാധിയായി അവൻ തീർച്ചയായിട്ടും പുറത്തിറങ്ങി വരുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. നിന്നെപ്പോലെ തന്നെ അവൻ നിരപരാധിയാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ധനുഷിന് റിമാൻഡ് കാലം കഴിഞ്ഞ് ഉടനെ തന്നെ ജാമ്യത്തിൽ അവൻ ഇറങ്ങും. അപ്പോൾ നേരിൽ പോയി കണ്ടാൽ പോരെ? അല്ല, മോളുടെ തീരുമാനം എന്താണെന്ന് അറിയാനാ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. എല്ലാവരും മോളെ എതിർക്കുമ്പോൾ എന്ത് തീരുമാനം മോൾ എടുത്തതെന്ന് അറിയാൻ ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞത്. അവന്തികയുടെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, ആരെതിർത്താലും ശരി ഏട്ടത്തി, ഞാൻ പോകും. എനിക്ക് ധനുഷിനെ കാണണം. ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യും എന്ന് സ്നേഹ നിർബന്ധപൂർവ്വം പറയുന്നത് കേട്ട് അവന്തിക പറഞ്ഞു, അല്ല മോളെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോൾ അവിടേക്ക് പോകണോ? അവിടേക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറൊന്നും കണ്ടല്ല. ഇപ്പോൾ അവനെ ആ ഒരു സാഹചര്യത്തിൽ മോള് കണ്ടാൽ അതെന്നും മോൾക്കൊരു വേദനയായി മാറും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടും. അവൻ നിരപരാധിയാണെന്നുള്ള കാര്യം അവന് തെളിയിക്കാനും കഴിയും. അങ്ങനെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് ജയിലിലെ ആ ഒരു അന്തരീക്ഷത്തിൽ അവനെ കാണാതെ അവൻ പുറത്തിറങ്ങിയതിന് ശേഷം സ്വതന്ത്രമായി അവനെ കാണുന്നതല്ലേ നല്ലത് എന്ന് അവന്തിക സ്നേഹയോട് ചോദിക്കുന്നു. അത് കേട്ടതും സ്നേഹ ആകെ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ആ ലിക്കറിന്റെ ബോട്ടിൽ കയ്യിലെടുത്തു. അത് തീർന്നിരിക്കുന്നത് കണ്ടതോടെ കലിയോടെ ആ ബോട്ടില് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടതും ആ ബോട്ടിലെടുത്ത് ദേഷ്യത്തോടെ അങ്ങോട്ട് വലിച്ചെറിയുമ്പോൾ അത് കണ്ടു നിന്ന് അവന്തിക പറഞ്ഞു, മോളെ, അതോർത്ത് നീ വിഷമിക്കേണ്ട. പുതിയൊരെണ്ണം ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരാം. നീ സമാധാനപ്പെട്. അത് കഴിച്ച് ഇവിടെ സുഖമായി കിടന്നുറങ്ങാൻ. മനസ്സിൽ അനാവശ്യ ചിന്തകൾ വന്ന് കയറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവുന്നത്. അതുകൊണ്ട് തൽക്കാലം എഴുതി പറയുന്ന മോള് കേൾക്ക് എന്ന് സ്നേഹയോട് അവന്തിക ആവശ്യപ്പെട്ടു. അവന്തിക സ്നേഹയുടെ വാക്കുകൾ കേട്ടതും സ്നേഹ ശരിയെന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുമ്പോൾ അവന്തികയ്ക്ക് തൽക്കാലം സ്നേഹയെ തൻ്റെ വരുതിയിലാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആ റൂമിൽ നിന്നിറങ്ങി. പിന്നീട് കാണുന്നത് അർച്ചന കുഞ്ഞുമായി ആതിരയുടെ അരികിലേക്ക് എത്തി. ആതിര കുഞ്ഞിനെ അർച്ചന താലോലിക്കുന്നത് കണ്ട് അരികിൽ വന്നങ്ങിരുന്നു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, കണ്ടോടാ, അമ്മയോട് പറഞ്ഞ് നമ്മൾ വെല്ലിച്ചനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ് ആതിര കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ, അർച്ചന കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിര പറഞ്ഞു, ചേച്ചിക്ക് അറിയത്തില്ലേ, ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ മൊബൈൽ ഫോണൊന്നും കാണിക്കരുതെന്ന്, പ്രത്യേകിച്ച് വീഡിയോ കോളൊന്നും ചെയ്ത് കാണിക്കരുതെന്ന് എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, നീ ഏത് നൂറ്റാണ്ടിലാണ് ആതിര ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അതൊക്കെ നോക്കുമോ എന്ന് അർച്ചന അന്വേഷിച്ചു. അപ്പോഴേക്കും ആതിര ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, എടാ കുഞ്ഞെ, നീ കണ്ടില്ലേ നിന്റെ അമ്മയെ ഒരു പഴഞ്ചൻ സ്വഭാവമായിട്ട് നിൽക്കുന്നത്? കാര്യം നിന്റെ അമ്മയുടെ ചേച്ചിയാണ് ഞാനെങ്കിലും എനിക്ക് ഇത്തരം പഴഞ്ചൻ ചിന്താഗതികളൊന്നും ഇല്ല കേട്ടോ. ഇക്കണക്കിന് പോയാലേ നിന്റെ അമ്മ ഒരു അന്ധവിശ്വാസിയെ പോലെ ആയിരിക്കും എൻ്റെ പൊന്നിനെ വളർത്തിക്കൊണ്ട് വരിക. അതുകൊണ്ടേ നിന്റെ അമ്മ വളർത്തുന്നേക്കാളും നന്നായിട്ട് ഈ വല്യമ്മ തന്നെ വളർത്തിക്കോളാം കേട്ടോ. വല്യമ്മ തന്നെ എൻ്റെ പൊന്നു കുഞ്ഞിനെ വളർത്താം കേട്ടോ എന്ന് പറഞ്ഞ് അർച്ചന ആ കുഞ്ഞിനെ താലോലിക്കുന്നത് കണ്ടതോടെ ആതിര അർച്ചനയുടെ ഓരോ സംസാരങ്ങൾ കേട്ട് ആകെ ഞെട്ടിലോടെ നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, ഈ വല്യമ്മ തന്നെ എൻ്റെ പൊന്നു കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആതിര വേഗം എഴുന്നേറ്റ് അർച്ചന അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അല്ലേച്ചി, ഇനി ചേച്ചി കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ചേച്ചി പൊയ്ക്കോ, ഞാൻ കുഞ്ഞിനെ ഉറക്കിക്കോളാം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞിനെ താരാട്ടൊക്കെ പാടി ഞാൻ ഉറക്കുകയും കുഞ്ഞിനെ കുളിപ്പിക്കുകയും ഒരുക്കുകയൊക്കെ ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ചേച്ചി അതിന് വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ചേച്ചിക്ക് ആ സമയത്ത് വേറെ ജോലികളൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞതും അർച്ചന കുഞ്ഞിനെ കൊടുക്കാൻ കൂട്ടാക്കാതെ, ഏയ് വേണ്ട, ആര് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വീട്ടുകാര്യങ്ങളും പുറം കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കിക്കോളാം. അതിൻ്റെ കൂടെ എൻ്റെ പൊന്നിനെയും ഞാൻ നോക്കും. പിന്നെ നീ ചെയ്യേണ്ടത് സമയാസമയത്ത് എൻ്റെ പൊന്നിന് പാല് കൊടുത്താൽ മാത്രം മതി. അത് കേട്ടതും അർച്ചന പറയുന്നത് കേട്ട് ആതിരാകെ ദേഷ്യത്തിലാവുന്നു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതേ, നേഴ്സ് കുഞ്ഞിനെ ആദ്യം കൊണ്ട് തന്നത് ആരുടെ കയ്യിലാണെന്നറിയാവോ?
എൻ്റെ കയ്യിലാ. അന്ന് മുതൽ ഞാനും കുഞ്ഞും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. അതാ ഇവള് ഞാൻ എടുക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നത് എന്ന് അർച്ചന ആതിരയോട് പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ അർച്ചന ആതിരയോട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അർച്ചനയുടെ മനസ്സിലെ നിഷ്കളങ്കത തിരിച്ചറിയാതെ ആതിര ആകെ പകയോടെ നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, ഇനി മുതൽ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. നീ കൃത്യസമയത്ത് പാല് കൊടുത്താൽ മാത്രം മതിയെന്ന് ആതിരയോട് അറിയിക്കുമ്പോൾ ആതിരയോട് അവന്തിക പറഞ്ഞ കാര്യങ്ങൾ അവന്തിക ആ നിമിഷം ആതിര ഓർമ്മിച്ചു. അതെ, നീ നോക്കിക്കോ, കുഞ്ഞ് വലുതായി വന്നു കഴിയുമ്പോഴേ ഇവള് നിന്റെ അടുത്ത് വരില്ല, എന്നെയായിരിക്കും ഇവക്ക് കൂടുതൽ ഇഷ്ടം. കാരണമേ ഞാൻ അത്രത്തോളം ഇവളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ സ്നേഹം അത്രത്തോളം ഉണ്ട് എന്ന് അർച്ചന ആതിരയോട് പറയും. ആ വാക്കുകൾ കേട്ടതും ആതിര പെട്ടെന്ന് അവന്തിക പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചു. ഇനി നീ നോക്കിക്കോ, കുഞ്ഞിൻ്റെ പാലുകൂടി തീരുന്ന ആ ദിവസം മുതൽ കുഞ്ഞു പിന്നെ ഉറങ്ങാൻ പോകുന്നത് അർച്ചനയോടൊപ്പമായിരിക്കും. നീ വെറുതെ കുഞ്ഞിൻ്റെ ഒരമ്മ എന്നുള്ള പേര് മാത്രം ഇരിക്കേണ്ടി വരും. അത് മാത്രമല്ല, കുഞ്ഞിനുണ്ടാകുന്ന ആത്മബന്ധം, കുഞ്ഞിപ്പോൾ ചെറുതാണ്, അതുകൊണ്ട് കുഞ്ഞിന് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ആ കുഞ്ഞുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്നവരുമായിട്ട് ഒരാത്മബന്ധം കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവും. അത് നിന്നെക്കാളേറെ അർച്ചനയോടാണ് ഉണ്ടാവുക, അത് മറക്കണ്ട. പിന്നെ അർച്ചന ഇപ്പോൾ കുഞ്ഞിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഇപ്പോൾ നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ സ്നേഹത്തെ നിനക്ക് നിയന്ത്രിക്കാനാവില്ല എന്നതാണ് സത്യം എന്ന് അവന്തികയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് ആതിര ദേഷ്യത്തോടെ അർച്ചനയെ നോക്കുന്നു.